ബഹുമാനപ്പെട്ട കമ്മീഷൻ മെമ്പേഴ്സ്, ഞാൻ സാർ നമ്മുടെ അപ്രൂവ് ചെയ്ത ഗവൺമെന്റ് ക്യാമ്പ് നിലവിൽ നമുക്ക് 6408.37 കോടിയാണ്. അതിനകത്ത് നമുക്ക് ഒരു കൺസേൺ പറയാനുള്ളത് ക്ലിയറിഫിക്കേഷൻ അറിയാൻ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ അത് പ്രൊഫഷണലാണ്. നമ്മൾ അപ്രൂവ് ചെയ്ത ക്യാമ്പുകളെല്ലാം പ്രൊഫഷണൽ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി ഇൻകോർപ്പറേറ്റ് ഇല്ല. ഫൈനൽ അല്ലാത്തതുകൊണ്ട് പ്രൊഫഷണൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കൺസേൺ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ ക്യാമ്പ് ഇയർലി ബേസിൽ എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ആയിരിക്കുന്നത് അതിനാരും നടപടി എടുക്കും. കോലാഹലം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഇതിനായിട്ട് ചോദിക്കാറുണ്ടല്ലോ. ഇവിടുത്തെ കോലാഹലം ഉണ്ടാക്കുക ഓക്കെ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റ് എന്നത് വാങ്ങിയെടുക്കുക. അത് വാങ്ങിയെടുത്താൽ അത് പ്രൊഫഷണൽ ആയിട്ടുള്ളത് റെഗുലറാണ്. രണ്ടാമത് നമ്മുടെ 2022-23 ഏകദേശം 30 കോടി രൂപയുടെ റവന്യൂ ക്യാമ്പും 23-24 69.28 കോടി രൂപയുടെ റവന്യൂ ക്യാമ്പും ഉണ്ട്. ഈ ക്യാമ്പ് 2026-27 ആണ് താരിഫിലേക്ക് പരിഗണിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം നമ്മുടെ അഡീഷണൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ഏകദേശം 75% നമ്മുടെ നഷ്ടത്തിന് 75% ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇത്തവണ നമ്മുടെ താരിഫ് വർധനമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ക്യുമുലേറ്റീവ് ആയിട്ട് റവന്യൂ ക്യാമ്പ് കിടന്നിരുന്നെങ്കിൽ അടുത്ത വർഷം 90% ആണ് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അത്രയും ബോർഡർ ജനങ്ങളിലേക്ക് എത്താതെ വരുമായിരുന്നു. അത് ക്യുമുലേറ്റീവ് ആയിട്ട് കേസിൽ പ്രൊസസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 722 പൈസയാണ്. അത് നമുക്ക് 6 രൂപ 4 രൂപ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ TOD പ്രൊസ്യൂമേഴ്സിന്റെ നമ്മുടെ ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് അമെൻഡ്മെന്റ് 2023 സബ് റൂളിൽ പറയുന്നത് നമ്മുടെ എല്ലാ പ്രൊസ്യൂമേഴ്സിനും എനി മീറ്റിംഗ് ഗ്രോസ് ഓവർ എനി മീറ്റിംഗ് TODയിലേക്ക് മാറണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ആ TOD ആ റെഗുലേഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ പ്രൊസ്യൂമേഴ്സിന് TODയിലേക്ക് വരണം. അത് കൂടാതെ തന്നെ പീക്ക് അവേഴ്സ്, കാരണം അതിനകത്ത് തന്നെ പ്രൊമോഷൻ ഓഫ് ഇവിടെ ബസ് പറയുന്നുണ്ട്. ബാറ്ററി സ്റ്റോറേജ് വരുമ്പോൾ കൺസ്യൂമർ ബാറ്ററി സ്റ്റോറേജ് വേണ്ടി വെച്ചാൽ അവർക്ക് അട്രാക്റ്റീവായിട്ട് പീക്ക് അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. അടുത്ത പോയി നമ്മുടെ എനർജി പ്രൊഡക്ഷൻ, നമ്മുടെ സോളാറിനെ കുറിച്ചുള്ളത്. സോളാർ വന്നു കഴിഞ്ഞുകൊണ്ട് നമുക്ക് KCB അല്ലെങ്കിൽ KCB വളരെയധികം ദോഷമാണെന്നുള്ള രീതിയിലാണ് വെളി വരുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ കിടക്കുന്നത് നമ്മുടെ സോളാറിലാണ്. സോളാർ ഏകദേശം 4000 മെഗാവാട്ടിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ ഈ പറയുന്ന രീതി ആയുർവേദ സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ പ്രൊസ്യൂമേഴ്സ് നമ്മുടെ എത്തി ലെവൽ നോക്കി കഴിഞ്ഞാൽ വളരെ 0%, 0.1% വരെ പെനിട്രേഷൻ ഉള്ളൂ. 1 ലക്ഷം കൺസ്യൂമേഴ്സ് മാത്രമേ ഡൊമസ്റ്റിക്കിൽ നമുക്ക് വന്നിട്ടുള്ളൂ. അതേസമയം നമ്മുടെ SC ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം SC ജനറൽ കാറ്റഗറിയിൽ തന്നെ 25% പെനിട്രേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്യേണ്ടത്, നമ്മൾ കാണുന്നത് നമ്മുടെ പെനിട്രേഷൻ ഓഫ് സോളാർ ഇൻ ഡൊമസ്റ്റിക് ലെവലാണ്. അത് ഇപ്പോൾ സൂര്യകരമായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകൾ ബന്ധപ്പെട്ട ടെക്നിക്സ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഡൊമസ്റ്റിക് ലെവലിലേക്ക് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാനുള്ള ഇംപ്ലിമെന്റേഷൻ മെക്കാനിസം. അത് TOD ഫോർ മാക്സിമം ഡിമാൻഡ് നമ്മുടെ ഇലക്ട്രിസിറ്റി റൈറ്റ്സ് കൺസ്യൂമേഴ്സ് അമെൻഡ്മെന്റ് റൂൾ 2023 എല്ലാ നമ്മുടെ 10 കിലോ KW മേലുള്ള എല്ലാ കൺസ്യൂമേഴ്സിനും TOD തരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോഴത്തെ പ്രപ്പോസൽ 20 KW എന്ന് കിടക്കുന്നത്. നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന റൂൾസ് റെഗുലേഷൻസ് പ്രകാരം 10 KW മേലുള്ള കൺസ്യൂമേഴ്സിനെല്ലാം TODയിലേക്ക് മാറണമെന്ന് റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ TODയിൽ തന്നെ പലവട്ടം നമ്മൾ പ്രായോഗിക ഈ ഡിവിഷൻ തന്നെ പറയുന്നുണ്ട് KCB എല്ലാ കൺസ്യൂമേഴ്സിനും TOD ആക്കുന്നതിന് ടൈംസ്ലോട്ട് മാറ്റുന്ന ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നിലവിലുള്ള ഏകദേശം 1 ലക്ഷത്തോളം കൺസ്യൂമേഴ്സ് ആണുള്ളത്. നമുക്ക് ഏകദേശം APTS അതേപോലെ നമ്മുടെ ലീഗൽ ടെസ്റ്റിംഗ് ഇങ്ങനെയെല്ലാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം പേര് സംസാരിച്ചു. പഴയ 3 മേഖലകളിലും വന്ന ഒരു നിർദ്ദേശം നമ്മളിപ്പോൾ 2026 സ്മാർട്ട് മീറ്ററിലേക്ക് മാറുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് TOD എന്ന് പറയുന്ന മേജർ ഗവൺമെന്റ് സംവിധാനം കാണിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട KCBയുടെ ഓഫീസേഴ്സ് അസോസിയേഷൻ, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി പ്രത്യേകിച്ച് എല്ലാവരും കൂടുതൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് അതുകൂടി ഇതൊക്കെ പറയണമെന്നല്ല, അതുകൂടി ഒന്ന് ആലോചിച്ച് പഠിച്ചിട്ട് പറയണം. അത് നമ്മുടെ ഡിസ്കഷൻ വന്നപ്പോൾ ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സാറേ. അപ്പോൾ നമ്മൾ ഏകദേശം 500 രൂപയാണ് നമ്മൾ TOD നമ്മൾ ബേസിക് താരിഫ് ഫയൽ ചെയ്യുന്നത്. TOD നമ്മൾ ചെയ്യുന്നത് 500 രൂപയാണ് സിംഗിൾ ഫേസിന്. 3 ഫേസിന് 750 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്മാർട്ട് മീറ്ററിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 9500 രൂപ KCB കോട്ട് ചെയ്ത പദ്ധതിയുടെ മോഡലിൽ തന്നെ ഏകദേശം 97,700 രൂപയാണ്
അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇതൊരു ടേക്ക് ഓവർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ ഒരു ക്രൈസിസ് നമ്മൾ അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കഷൻ വന്നതുകൊണ്ട് നമുക്ക് ഒരു വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കൺസ്യൂമറിന്റെ ഷോപ്പിലേക്ക് ഇരുന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന 500 രൂപയുടെ ഇതാണെങ്കിൽ ഇരുന്നുണ്ടായി നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ നമുക്ക് ഈ പറയുന്ന അത്ര കൺസ്യൂമേഴ്സ് ഇല്ല, 10 ലക്ഷം കൺസ്യൂമേഴ്സ് അഫോർഡബിളായ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് മീറ്റർ വാങ്ങാൻ പ്രീപെയ്ഡ് മീറ്ററുകളിൽ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുന്നതിനൊക്കെ താല്പര്യമുള്ള ഒത്തിരി പേര് അഭിപ്രായം പ്രകടിപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള ബേസിക്കിൻ്റെ സ്റ്റാൻഡേർഡാണ്. അതായത് പ്രീപെയ്ഡ് മൊബൈൽ പോലെ തന്നെ നമ്മുടെ സ്മാർട്ട് മീറ്ററുകൾ ജനങ്ങൾ വാങ്ങിച്ചൊക്കെയാണെങ്കിൽ അവർക്ക് പ്രീപെയ്ഡ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് പലയിടത്തും ലോകത്തിൽ പല രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മൾ മോഡേണൈസേഷനെ കുറിച്ചും അതുപോലെ ടെക്നോളജി അപ്ഗ്രേഷനെ കുറിച്ചും പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അടുത്തൊരു പോയിന്റ് ഇവിടെ ഉള്ളത് ഈ സംഘടനകളോട് മൊത്തത്തിലുള്ള ഒരു നല്ല തരത്തിലുള്ള സംഭവമില്ലാന്നുള്ളൂ. 95% ആൾക്കാരും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും 1 2 അല്ലെങ്കിൽ പരമാവധി 5% പേര് ആളുകളോട് ഇടപെടലുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അതുപോലെ സംസാരിക്കുമ്പോൾ മോശമായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് പലപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ പക്കൽ ഇങ്ങനെ വലിയൊരു ആക്ഷേപം വരുന്നത്. അതായത് ഏത് സമൂഹത്തിലുള്ളതാണ്, ഇവിടെ മാത്രമുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ബാങ്കുകളിലും മറ്റ് അതുപോലുള്ള സ്ഥാപനങ്ങളിലും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡ് ചെയ്യുന്നൊരു സംവിധാനം. നമുക്ക് എന്തുകൊണ്ടാണ് KCBിൻ്റെ എല്ലാ ഓഫീസുകളിലും എല്ലാ സെക്ഷൻ ഓഫീസും മുകളിലേക്കുള്ള ഓഫീസുകളിലും വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ മോശമായിട്ട് പെരുമാറിയത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യും, അവരുടെ പെർഫോമൻസിനെ പോലും എവാലുവേറ്റ് ചെയ്യുന്ന ടെക്നോളജിയിൽ വലിയ പോസ്റ്റൊന്നുമില്ല. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പം ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് സ്ഥലത്തേക്ക് ആക്ഷേപം കേട്ടത് അങ്ങോട്ടൊക്കെ പ്രകോപിപ്പിച്ച് വിളിച്ചുകൊണ്ടാണ്. ജനങ്ങളിൽ വിളിക്കുന്നവർ പ്രകോപനം ഉണ്ടായ ആളുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് രണ്ട് കൂട്ടരുണ്ട്. അതായത് നിങ്ങൾ ഈ മോശമായിട്ട് പെരുമാറുന്നവർ പോലും മേളിൽ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കുറേ കൂടി റെസ്ട്രെയിൻറ്റ് പാലിക്കും, കുറേ കൂടി ഉത്തരവാദിത്വബോധമാണ്. ഇത്തരം കാര്യത്തെക്കുറിച്ച് പറയണം, പ്രീപെയ്ഡ് മീറ്റിനെ കുറിച്ച് പറയണം. അതേപോലെ തന്നെ എറണാകുളത്ത് വന്നൊരു അഭിപ്രായം, ചുരുങ്ങിയ പക്ഷം ചില സർക്കിളുകളിൽ പട്ടണത്തിലെങ്കിലും നമ്മൾ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു മാസത്തിൻ്റെ പ്രത്യേക ഒരു 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണിൽ ആ റീഡിംഗ് എടുത്ത് വാട്സാപ്പിൽ KCBയുടെ ഓഫീസിലേക്ക് തന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് മന്ത്ലി ആവാം. മന്ത്ലി ബില്ലിനെ കുറിച്ച് എല്ലാവരും ഈ 4ാമത്തെ പേരെങ്കിലും എല്ലാവരും മന്ത്ലി ബില്ല് വേണം. അപ്പോൾ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണിൽ മീറ്ററിൻ്റെ പിക്ചർ എടുത്ത് ക്ലിയർ പിക്ചർ എടുത്ത് നിങ്ങളുടെ സെർവറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഗ്നേറ്റ് ചെയ്യുന്ന നമ്പറിലേക്ക് വരുന്നതിനെക്കുറിച്ചൊക്കെ കാരണം നമുക്ക് മോഡേണൈസ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി സംഘടനകളുടേതായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്ന് മറുപടി പറയാനില്ല. അത് താരിഫിൻ്റെ ഭാഗം മാത്രമല്ല, മൊത്തത്തിലുള്ള KCBയെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ഗ്രീവൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും നമ്മുടെ ആളുകൾ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായാൽ അവർ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലിലേക്ക് ഒരു ഓൺലൈനിൽ പരാതി കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാ ഓഫീസിൽ പോകേണ്ടി വരികയാണ്. അക്കാലമൊക്കെ പോയില്ല. ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പിംഗ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, തുടർന്നു. നമ്മുടെ ടിഒഡിയുടെ ടൈംസോട് ഉപയോഗം കൂടുതലുള്ളതുണ്ട്. നമ്മളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി പറയുന്നത് നല്ല സജഷനാണ്. ഇതിനെ ഗൗരവമായിട്ട് ചർച്ച ചെയ്ത് കാര്യപരീക്ഷയുടെ ഭാഗം അല്ലാതെ തന്നെ നിങ്ങൾ കേരളത്തിൽ 2-3 സ്ഥലങ്ങളിൽ പ്രൊസീജിയേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഇത് സാധ്യതയുള്ളവരും താല്പര്യമുള്ളവരുടെയും ഒന്നിനും ശരിയാകും അല്ലെങ്കിൽ 2-3 മേഖലകളായിട്ട് ഇതൊന്ന് ചർച്ച ചെയ്ത് ലക്ഷ്യം ഇവിടെ കൊണ്ട് നേരിടമാണ്. അതായത് നടക്കുന്നതിൻ്റെ കാര്യം അഫോർഡബിളായ ആൾക്കാർ സോളാർ ഉള്ളവർ ബാറ്ററിയിൽ കൂടി സ്റ്റോർ ചെയ്ത് വെച്ചാൽ പീക്ക് അവേഴ്സിൽ കൂടിയ റേറ്റിൽ 3-15 പകരം അവർ 8 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ അതിനോട് അടുത്ത റേറ്റ് കിട്ടിയാൽ നന്നായിരിക്കില്ലേ? സ്ഥാപനങ്ങൾ നേരത്തെ നിൽക്കാൻ പോകുന്നത് ഒരു മാളിൻ്റെ ആളുകൾ ഈ മാളിലൊക്കെ അവർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് അങ്ങനെയുള്ള ബിസിനസ് ഇൻഡസ്ട്രി, അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളോട് ചോദിച്ചത്. അപ്പോൾ അവരുടെയൊക്കെ കോമ്പൗണ്ട് ബിൽഡിങ്ങുകൾ അവിടെയൊക്കെ ഒരു മെഗാവാട്ടൊക്കെ അവർക്ക് ജനറേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്താൽ KCB അതിനെ എങ്ങനെ പീക്ക് അവേഴ്സ് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടിരുന്നതിന്
ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ്റെ 60 പൈസയും പ്ലസ് ട്രാൻസ്മിഷൻ ലോസ് കൊടുക്കും. അപ്പോൾ 60-70 പൈസ ലോസ് ആവുന്നതിന് പകരം ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ പൈസ കൊടുക്കാൻ കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങനെ പറ്റാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മുമ്പാകെ ഓഫർ കൊടുക്കും. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യില്ല, അത് നമുക്ക് ഇതിലേക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വളരെ കാര്യമില്ല, സ്റ്റോർ ചെയ്തിട്ട് അപ്ഡേറ്റ് അവർ ഓൾറെഡി ഇഷ്ടപ്പെടും. സമ്പത്തായിരിക്കും നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ വന്നതാണ്. നമ്മൾ ഈ പറയുന്ന സമ്പദ് സമയത്തുള്ള ഫീസാണ്. അപ്പോൾ ജനറൽ കണക്ഷൻ താരിഫില്ല. നമ്മളിപ്പോൾ ഒരു ലോ വോൾട്ടേജ് സർചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലേഷൻ പ്രകാരമാണ് ലോ വോൾട്ടേജ് സർചാർജ് ഈടാക്കുന്നത്. അപ്പോൾ അത് 2005 മുന്നേ ഉള്ള